കേൾക്കണോ പ്രിയ കൂട്ടരെ, ലവിടെ കള്ളക്കളി കണ്ടടോ, ഇവിടെ കള്ളത്തരങ്ങൾ കണ്ടോ. അവക്കേ ഒട്ടും സമയവും ഒരു സമയമൊക്കെ കൂട്ടിക്കിടക്കാൻ വയ്യ. എന്നിട്ട് ആ കൂട് തുറക്കാൻ പെടുന്ന പാടുണ്ട് കണ്ടോ. കുറ്റിയിട്ടിരുന്ന ഞാൻ വിളക്ക് കത്തിക്കും വരേക്കൊന്ന് പുറത്ത് നിന്ന് കൂട്ടിക്കിടക്കട്ടെന്ന് പറഞ്ഞു. അത്രയും സമയം നമുക്ക് കിടന്നുകൂടായി കണ്ടോ. ഇതേ കണക്ക് അവളുടെ കൈ കൊണ്ടും നാക്കുകൊണ്ടും ആ തുഴഞ്ഞ് ആ ഡോർ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒട്ടും സമയം അവൾക്ക് കൂട്ടിക്കിടക്കാൻ വയ്യ, ഒട്ടും സമയം. അവൾക്ക് ഭയങ്കര ചൂടെടുത്തിട്ട് അവൾക്ക് ഇനി പുറത്തിറങ്ങിക്കോളാഞ്ഞു വയ്യ. ഞാൻ വിളക്ക് തെച്ചിട്ടേ തറ ഉടച്ചിട്ടില്ല. ഞാൻ സന്ധ്യയ്ക്ക് അയച്ചുകൂടാന്ന് പറഞ്ഞേ. ഇതവിടെ പരിപാടി കണ്ടോ. അവൾക്ക് എങ്ങനെയാണ് ഞാൻ ഡോറൊക്കെ അടച്ചിട്ടിട്ട് അവൾ കൂട്ടിലാന്നുള്ള ഒരു സുരക്ഷിതത്തിൽ എന്നെ ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ എൻ്റെ ബാക്കിൽ നിൽക്കുള്ളൂ. അടുക്കളയ്ക്കകത്തോ അല്ല ഞാൻ എവിടെ നിൽക്കുന്നത് വെച്ചാൽ അവിടെ എൻ്റെ കൂടെ കാണും. അപ്പോഴേ നമ്മൾ അറിയുന്നത് ഇത് എങ്ങനെ പോരും നമുക്ക് അറിയണ്ടേ. ഇതാ പരിപാടി അവിടെ. കള്ളത്തരം കണ്ടോ. അവിടെ കള്ളിയുള്ളു, കള്ളം കാണിക്കുന്നുണ്ടോ, കള്ളത്തരം കാണിക്കുന്നുണ്ടോ. എന്നിട്ട് ചോദിക്കാറില്ലേ എങ്ങനെയാണ് ഡോർ തുറക്കുന്നതെന്ന്. ഇതാ പരിപാടി ഉണ്ടോ. ആ നാക്ക് കൊണ്ട് ആ പരിപാടി ഇത്രയും ചെയ്യുന്നത് ഉണ്ടോ. നമ്മുടെ കലി വരുന്നവർക്ക് കേട്ടോ. കൈയൊക്കെ എടുത്ത് കുത്തിപ്പിടിച്ച് നോക്കുന്ന ശരിയായിട്ടുണ്ടോ എന്ന്. എന്ത് കഷ്ടമാണെന്ന് നോക്കെ. കുറച്ച് സമയം അവിടെ പെരയ്ക്കകത്ത് രാത്രിയിലും പെരയ്ക്കകത്ത് നടക്കുന്നത്. പകല് ഞാൻ ഈ പറയുന്ന കാര്യം വരുന്ന സമയത്തൊന്ന് കൂട്ടിലാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലൊക്കെ കൂട്ടിലാക്കും. അപ്പോഴേ ദിണക്ക് തുറന്നിറങ്ങി വരും. ഇപ്പം സന്ധ്യ സമയത്ത് വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഒന്ന് പൂട്ടി കിടക്കട്ടെ. ഇപ്പോൾ കുറേ പിള്ളേർ പന്ത് കളി കഴിഞ്ഞിട്ട് ഈ വഴി കൂടെ പോകും. അപ്പോഴത്തേക്കുള്ള ഗേറ്റ് തല്ലി പൊളിച്ച് അടുക്കുള്ളൂ. അതേ കണക്കുള്ള തകർപ്പവൾ. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം 5 മണിയൊക്കെ ആകുമ്പോഴാണ് കൂട്ടിലാക്കുന്നത്. ഈ 7 മണിക്ക് അഴിച്ചു വിട്ടാൽ രാത്രി മൊത്തം എൻ്റെ കൂടെ തന്നെ എൻ്റെ റൂമിലൊക്കെ നടക്കുന്നത്. പകൽ അതേ കണക്ക് തന്നെ പകൽ പെരയ്ക്കകത്ത് മൊത്തം അവൾ നടക്കുന്നത്. അല്ലെ അവിടെ കൂട്ടിലിടാറേ ഇല്ല. അപ്പോൾ അവൾക്കവിടെ കിടക്കാൻ ഒട്ടും വയ്യ കൂട്ടിൽ. അവിടെ എന്തോ ഒരു കഷ്ടപ്പാടാണ് നോക്കി എൻ്റെ കുഞ്ഞിൻ്റെ. ദേഷ്യം വരുന്നത് ഞാൻ വീഡിയോ പിടിക്കുന്നതൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്പീഡ് കുറഞ്ഞത്.